ലോകത്തിൽ ഒരാൾ ജനിച്ച് വീഴുമ്പോൾ ആണോ പെണ്ണോ അവര് സെക്സ് വർക്ക് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്തല്ലല്ലോ വരുന്നത്. അപ്പം പല 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 ഇടങ്ങളിൽ പല 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 ആൾക്കാരുണ്ട്. അവിടെ ട്രാൻസ് വുമൺസ് മാത്രമല്ല സെക്സ് വർക്ക് ചെയ്യാനായിട്ട് അവർ രാത്രി കാലങ്ങളിൽ പോകുന്ന അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവരുടെ ഗതികേട് കൊണ്ട്. കാശിന് വേണ്ടിയാണ്, കാരണം കാശ് കിട്ടാനായിട്ട് എളുപ്പമുള്ള ഒരു മാർഗമായി ഇതിനെ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെക്സ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണോ, അങ്ങനെ നിന്നാൽ പൈസ കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്നവരുണ്ടാകാം, ഞാൻ അങ്ങനെ പോയി നിൽക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ നടക്കുന്ന കാഴ്ചകൾ എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണപ്പെട്ട ഒരു മനുഷ്യന് സ്വപ്നം കാണാവുന്നതിലധികം കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും അവിടെ എത്തിയത്. സാധാരണ ഒരാൾക്ക് ഈ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നതോ അല്ലെങ്കിൽ ദുബായിൽ താമസിക്കുന്നതോ ദുബായിൽ ബിസിനസ് ഉള്ളതോ ഒന്നുമല്ല വലിയ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്. കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ആരെയൊക്കെ പറ്റിയാണെന്ന് തോന്നുന്നു. അയ്യോ പ്ലീസ്, ഞാൻ പറയട്ടെ. ഒരാള് വന്നിട്ട് പറയാണ് ആമ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രമല്ലേ ഇഷ്ടം. അയാൾ അത് ആയതുകൊണ്ടല്ലേ അയാൾ അത് പറയുന്നത്. അയാളാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുക? അയാളാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒരു പുരുഷനാണോ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എങ്ങനെയാ നിങ്ങളെ ഉറപ്പിക്കുന്നത്? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ എന്താ പറയാ പുറമേ കാണിക്കുന്ന എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കാം പറയുന്നത് നിങ്ങൾ പറയുന്നത്. അതുപോലെ അല്ലല്ലോ നിങ്ങളൊരു സുപ്രഭാതത്തില് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറയാം ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇങ്ങനെ കുറച്ച് ജെൻഡർ ഫ്ലൂയിഡിറ്റി കാണിക്കുന്നുണ്ട്, അപ്പൊ അതെന്താന്ന് അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് ആള് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിന്നേക്കാം. പക്ഷെ ഒരു കാലഘട്ടം എത്തുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും, യെസ് ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, എന്റെ ജെൻഡറിൽ സംതിങ് വൈവിധ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അത് അയാൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അയാൾ അത് ആ ട്രീറ്റ്മെന്റിലൂടെ പോയി അയാൾ അത് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ ഒരു പേഴ്സന്റെ ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ പലരും ട്രാൻസ്ജെൻഡർ ആയിട്ട് നിൽക്കുന്നത് കാശിന് വേണ്ടിയാണ്, കാരണം കാശ് കിട്ടാനായിട്ട് എളുപ്പമുള്ള ഒരു മാർഗമായി ഇതിനെ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ഞാൻ ഒന്നും അതിന് പറയാനായിട്ട് ആളല്ല ഞാൻ. ബിക്കോസ് ഞാൻ അങ്ങനെ ട്രാൻസ്ജെൻഡർ ആയി നിന്നുകൊണ്ട് പണം സമ്പാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെക്സ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണോ, അങ്ങനെ നിന്നാൽ പൈസ കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ല, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പോയി നിൽക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ നടക്കുന്ന കാഴ്ചകൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. പലരും പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പലരും സെക്സ് വർക്കിന് ഇറങ്ങാറുണ്ട്. ഇപ്പം നിങ്ങളിപ്പോ ഫൈറ്റ് ചെയ്ത് ഈ ഒരു ടൈമായിട്ടും ഇപ്പോഴും പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അതിൽ നിന്ന് ആളുകൾ മാറി വരാത്തത്, അല്ലെങ്കിൽ വേറൊരു തൊഴിൽ മേഖല? അറ്റ് ദ സെയിം ടൈമിൽ കോളേജിലേക്കും പ്ലസ് ടുവിനും പഠിക്കുന്ന പല പെൺകുട്ടികളും പല ഉന്നത മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല സ്ത്രീകളും ഇന്നും 10,000, 25,000, 50,000 വാങ്ങിച്ച് ഇതേ തൊഴിൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ആഡംബര ഹോട്ടലുകളിലായിരിക്കാം, അല്ലെങ്കിൽ ചില എന്താ പറയാ സേഫ്റ്റി ആയിട്ടുള്ള വീടുകളിലായിരിക്കാം, അല്ലേ? അവർ സേഫ്റ്റി കോർണർ നോക്കിയിട്ടായിരിക്കാം. അറ്റ് ദ സെയിം ടൈമിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനും അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വരുത്തുന്ന എത്ര സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു നേരത്തെ തൊഴിൽ കൊടുക്കാനോ, അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസം പുനർക്രമീകരിക്കുവാനോ തയ്യാറാകുന്ന എത്ര സംഘടനകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിലാണ് ഇവർ റിവീൽ ചെയ്ത് അവരെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കുകയാണ് ഞാൻ ഇതാണെന്ന്. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലാത്ത കണ്ടീഷനിൽ പുറത്തേക്ക് വീടുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊന്നും പോയി കഴിഞ്ഞാൽ ഒരിടത്ത് ജോലി കൊടുക്കത്തില്ല. ജോലി കൊടുത്താൽ തന്നെ അവിടെ മിസ്യൂസിങ് നടക്കുന്നുണ്ട്. ആ മിസ്യൂസിങ് നടക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടി വിചാരിക്കുകയാണ് ഞാൻ ഇവിടെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ട് ഞാൻ ജോലി ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈമിൽ എനിക്ക് സ്ട്രീറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത ആ കുട്ടിക്ക് വരുന്നത് സ്വാഭാവികമല്ലേ? ഇവിടെ ആരുണ്ട് അവരെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാൻ? ഇപ്പൊ പറയുന്നവരെല്ലാവരും തന്നെ 7 മണി കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാവരും ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകും, ഇല്ലേ?
നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവരെ കണ്ടാൽ മനസ്സിലാകുന്ന പോലെ നിൽക്കത്തില്ല, മാറി നടക്കും അല്ലേ? ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്. ഇതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാകണോ മാറ്റം ഉണ്ടാകണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അവരവര് മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താകണം, നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കണം, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എടുത്തിരിക്കുന്ന ഡിസിഷൻ ഇതാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും മേക്കപ്പ് മേഖലയിലേക്ക് വരാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ മേക്കപ്പ് മേഖലയിലേക്കും ഫാഷൻ ഡിസൈനിങ്ങിലേക്കും ആക്ടിങ് മേഖലയിലേക്കും ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തി സാരി ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് അല്ലേ? ഇപ്പം എനിക്കറിയാവുന്ന കുറേ പേര്, ഇപ്പൊ ദീപ്തി കല്യാണി ഒരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊല്ലത്തുള്ള ഒരു മോള്, ഓടെ പേര് ഞാൻ മറന്നുപോയി, അവളുടെ കയ്യിൽ ഒരുപാട് സാരീസ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബാഗിന്റെ കളക്ഷൻസുകളുണ്ട്. ഹണി ഹണി സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹണി ഒരു നല്ല മോഡലാണ്. മനസ്സിലായില്ല? അങ്ങനെ ഒരുപാട് പേര് ഓരോ മേഖലകളിലേക്ക് വരുന്നുണ്ട്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വരേണ്ടി വരുന്നതാണ്. ഈ ലോകത്തിൽ ഒരാൾ ജനിച്ച് വീഴുമ്പോൾ ആണോ പെണ്ണോ അവര് സെക്സ് വർക്ക് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്തല്ലല്ലോ വരുന്നത്. അപ്പം പല 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 ഇടങ്ങളില് പല 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 ആൾക്കാരുണ്ട്. അവിടെ ട്രാൻസ് വുമൻസ് മാത്രമല്ല സെക്സ് വർക്ക് ചെയ്യാനായിട്ട്. അവര് രാത്രി കാലങ്ങളിൽ പോകുന്ന അവരുടെ ഉപജീവനത്തിന് വേണ്ടി, അവരുടെ ഗതികേട് കൊണ്ട്, അവരുടെ ഹോർമോൺ ടാബ്ലറ്റുകൾ, അവരുടെ സർജറികൾ, അതുപോലെ അവരുടെ ഡ്രസ്സ്, അവരുടെ വാടക, അവരുടെ ചെലവുകൾ, മറ്റു ഭാരിച്ച ചെലവുകൾ, ഇതെല്ലാം ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പിന്നീട് ഇങ്ങനെ കുറച്ച് ന്യൂസ് ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടതാണ്. ന്യൂസ് ക്ലിപ്പിംഗ്സ് അല്ല, റീൽസ് സെർച്ച് ചെയ്തപ്പോൾ, ഇന്റർവ്യൂവിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ അതിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ ഇങ്ങനെ പറയുന്നത് കേട്ടു, രഞ്ജുവിനെതിരെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ്, അവർ പുറമേ കാണിക്കുന്നത് മൊത്തം കള്ളത്തരമാണ്, നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, ഭയങ്കര ക്രുക്കഡാണെന്നൊക്കെ ഉള്ള രീതിയിൽ. ഐ ഡോണ്ട് നോ. ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ അല്ലേ? ഇപ്പൊ കേരളം 10 വർഷം ഭരിച്ച ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഭരിച്ച കേരളം ഇന്ന് കോൺഗ്രസ് ഭരിക്കുകയാണ്. അവിടെയും അടിയും പിടിയും ബഹളവും എല്ലാം ഉണ്ടാവും. എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടേണ്ട. എനിക്കൊരു നിലപാടുണ്ട്. അത് ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അത് ഒരുപക്ഷെ ചിലർക്ക് അത് ക്രൂക്കഡ് മൈൻഡായിട്ട് തോന്നിയേക്കാം, ജെന്യൂൻ അല്ല എന്ന് തോന്നിയേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ നോ മൈസെൽഫ് ഹു ആം ഐ. എനിക്കത് മാത്രം മതി. എനിക്ക് ലോകത്തുള്ള ഒരാളിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ബിക്കോസ് ഞാൻ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെടുന്നതെന്നും ഞാൻ എങ്ങനെയാണെന്ന് ജനങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ പ്രസവിച്ച് 10 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച എൻ്റെ അമ്മ തങ്കമ്മയ്ക്ക് എൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ മാത്രമേ എന്നെ അറിയാൻ പറ്റൂ. ഞാൻ വളർന്നു, എനിക്ക് എൻ്റെ ബുദ്ധി വികസനം വന്നു കഴിഞ്ഞാൽ എന്നെ പിടികിട്ടത്തിൽ എൻ്റെ അമ്മയ്ക്ക്. അതുപോലെ തന്നെയാണ് ലോകത്തെല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ ഒരാളെടുത്ത് ഞാൻ പറയില്ല. എന്നെ ഇഷ്ടപ്പെടരുത്. ഞാൻ ഇപ്പോൾ എന്നെ അമിതമായി സ്നേഹിക്കുന്ന എനിക്ക് രഞ്ജുമേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രഞ്ജുമേനെ കാണാൻ ഞാൻ കാത്തിരുന്നതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞ് എനിക്ക് അപ്പം ഭയം തുടങ്ങും. എനിക്ക് എന്തോ വലിയ അടി വരാൻ പോകുന്നു ഇയാളുടെ കയ്യിൽ നിന്ന്. എനിക്ക് എന്തോ എനിക്കൊരു അടി ഇയാൾ എനിക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഇത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ആൾക്കാരുമായിട്ട് വളരെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഈവൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഓൾ ടുഗദർ ഞാൻ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവായിട്ടുള്ള ആളുമല്ല. ഞാൻ ഭയങ്കര ടോക്കറ്റീവായിട്ടുള്ള ആളാണെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ടോക്കറ്റീവായിട്ടുള്ള ആളല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അവിടെ മാത്രമേ ഞാൻ എന്നെ തുറന്നു വെക്കുകയുള്ളൂ. അല്ലാത്തടുത്ത് ഞാനൊരു മുഖംമൂടി അടിഞ്ഞു തന്നെയാണ് ജീവിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ജീവിക്കേണ്ടതായിട്ടാണ് വരുന്നത്. അല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന ആളെന്ന് മീൻസ് താങ്കൾ ന്യൂസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന് സ്വപ്നം കാണാവുന്നതിനപ്പുറമുള്ള ഒരു ഗ്രോത്ത് ആണ് ലൈഫിൽ ഉണ്ടായത്. അപ്പോൾ ഉറപ്പായും താങ്കൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് അല്ലെങ്കിൽ ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുമ്പോൾ ഭയങ്കര വലുതാണ്. ഞാൻ ഒരു കാലഘട്ടത്തില് ഒരു സുപ്രഭാതത്തില് ഞാൻ ഇങ്ങ് വന്ന് ഞാൻ എന്തെങ്കിലും ആയതല്ല. അതെ, ഞാൻ അതിന്റെ പുറകെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
കൂലിവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന അന്നന്നത്തെ കൂലിപ്പണം കൊണ്ട് വീട് കഴിഞ്ഞിരുന്ന ഒരു വീടാണ് എൻ്റെത്. എൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരമേ ഉണ്ടായിരുന്നുള്ളൂ, രാത്രിയിൽ മാത്രം. എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഉച്ചക്കലത്തെ ഊണില്ല. രാത്രിയിൽ മാത്രമേ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് കഴിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? ഞാൻ എൻ്റെ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ സ്കൂളിലെ കഞ്ഞിക്ക് വേണ്ടി ഞാൻ ആദ്യം സ്കൂൾ വിട്ട് ഓടി വീട്ടിൽ വരും. തിരിച്ച് ഞാൻ പാത്രം എടുത്തുകൊണ്ട് സ്കൂളിൽ കഞ്ഞി മേടിക്കാൻ പോകും. അതവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിനടുത്ത് 3 അമ്മായിമാരുണ്ട് എനിക്ക്. രാധമ്മായി, വല്യമ്മായി, കൊച്ചമ്മായി. ഈ 3 വീടുകളിൽ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഞാൻ കഞ്ഞിവെള്ളം ചോദിക്കും. എനിക്കറിയാം അവിടെ കഞ്ഞിവെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ചോറും കൂടി ഇട്ട് തരുമെന്ന്. അതും കുടിച്ചിട്ടാണ് ഞാൻ ട്യൂഷന് പോകുന്നത്. ആ പ്ലാവില കൂട്ടി കഞ്ഞി കുടിക്കുന്നതിന്റെ രുചി എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ മനുഷ്യരെ ടേക്ക് കെയർ ചെയ്യുന്നത്. മനസ്സിലായോ? എനിക്ക് ഒരാളെടുത്തും ഫേക്കായിട്ട് നിന്നിട്ടോ എനിക്ക് ഒന്നും നേടാനില്ല. ഞാൻ എന്താണോ അതുപോലെ തന്നെ ഞാൻ നിൽക്കുള്ളൂ. ബട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. അല്ല, ഞാൻ ചോദിച്ചത് അതാണ്. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്, ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുന്നു, വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ടും അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി, ക്രൂക്കഡ് ആണെന്നൊക്കെ വന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചു. ആർക്കും പറയാമല്ലോ. ഇപ്പൊ എന്നെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ള, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കണ്ടും എൻ്റെ വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും പറയില്ല. പുറമെ നിൽക്കുന്ന ഒരാൾക്ക് എന്തും പറയാം. മനസ്സിലായി? എന്നെ വളരെ അടുത്ത അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അതൊരിക്കലും അവർ പറയില്ല. ഓക്കെ, ശരി. അതുപോലെ ഈ സർജറിയുടെ കാര്യം, അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ നോർമലി ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറം വരുന്നൊരു കാര്യമാണിത്. അതായത് ഞാൻ ആലോചിച്ചു, എന്തെങ്കിലും ഒരു സമയത്ത് എനിക്കിത് ചെയ്യേണ്ടി ചെയ്യുമായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഇല്ല, കാരണം അത്രയും ധൈര്യം വേണ്ടുന്നൊരു പ്രോസസ്സാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു? അല്ല, ഇതിനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരഭാഷ മാറും, ശരീരത്തിലുണ്ടാവുന്ന അവസ്ഥകൾ മാറും. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മൾ തീരുമാനമെടുത്തു, ഞാൻ ഇതാണ്, ഇനി എനിക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ആരാണോ അതിലേക്ക് ഞാൻ എത്തണം. അതിനൊരു സർജറിയാണ് അതിനൊരു എന്താ പറയാ ഒരു ഉത്തരം. ഇറിവേഴ്സിബിൾ ആണല്ലോ, അത് പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല. ഒരിക്കലും വരാൻ പറ്റില്ല, ഒരിക്കലും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു, നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞ് നമ്മളെ ശരീരം സർജറിക്ക് വിധേയമാക്കാൻ ഉള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തൊക്കെയാണ്? എല്ലാം ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ തെറാപ്പി ഉണ്ട്. ഇത്ര നാള് നമ്മൾ റെഗുലർ ഈ ഹോർമോൺ എടുക്കണം, സർജറിക്ക് ഇത്ര ദിവസത്തിന് മുമ്പ് നമ്മൾ ഹോർമോൺ സ്റ്റോപ്പ് ചെയ്യണം, സർജറിക്ക് ശേഷം നമ്മൾ കെയർ ചെയ്യേണ്ട നമ്മുടെ ബോഡി, നമ്മുടെ പാർട്സ് ഓഫ് സർജറി ചെയ്ത ഭാഗങ്ങൾ, അത്രയും ഒരു കുഞ്ഞിനെ ഒരു അമ്മ പ്രസവിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ സിസേറിയൻ ചെയ്തൊരു കുഞ്ഞിനെ പുറത്തെടുത്തു, ആ കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യണം. ബിക്കോസ് ഞാൻ ഇവിടെ ഞാനൊരു ചിത്രം വരച്ചാൽ ആ ചിത്രം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മായ്ച്ചിട്ട് വീണ്ടും ഒരു ചിത്രം വരയ്ക്കാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇത് ഈ ഹ്യൂമൻ ബോഡിയിൽ, ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോഡിയിൽ, മനസ്സിലായോ? അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമാണ് നമ്മുടെ ചർമ്മം എന്ന് പറയുന്നത്. ഈ ചർമ്മത്തിന്റെ അടിത്തട്ടിലേക്കാണ് പോയി സർജറി ചെയ്യുന്നത്. യഥാർത്ഥ ചർമ്മത്തിന്റെ അടിയിലേക്ക് പോയിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ അത് ഹൈപ്പോടെർമിസിൽ വരെ പോകുന്നുണ്ട്, മൂന്നാമത്തെ പാളികളിൽ വരെ ഇത് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ അത് അത്ര റിസ്കി ആയിട്ടുള്ളതാണ്. ഇത് ചിലപ്പോൾ ഉണങ്ങാൻ 1 വർഷം, 2 വർഷം, 3 വർഷം ഒക്കെ വേണ്ടി വന്നേക്കാം ഈ മുറിവ് ഉണങ്ങാനായിട്ട്. അപ്പം പലപ്പോഴും അതിന്റെ പ്രോസസ്സിങ് പല 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 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇതിനെ അത്രത്തോളം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ എടുക്കണം. ഇതിന് സർജറി കഴിഞ്ഞാൽ നമ്മൾ കൗൺസിലിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ ബോഡീനെയും മനസ്സിനെയും പാകപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു വന്ന ഇത്രയും കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു നമ്മുടെ പാർട്ട് ഓഫ് ഒരു ബോഡി ആയിരുന്നു അത്. ആ ഒരു അവയവം നീക്കം ചെയ്ത് ഒരു പുതിയൊരു അവയവം അവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ എത്രത്തോളം പരിപാലിക്കുന്നോ അത്രത്തോളം നമ്മളെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആവും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്.
അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതൊരു ഈസി മെത്തേഡ് അല്ല സർജറി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങോട്ട് പോയി നാളെ സർജറി ചെയ്ത് ഞാൻ പെണ്ണായി എന്ന് പറയുന്നത്, അതിലൂടെ നമ്മൾ റിക്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. എത്ര സമയം എടുത്തു? അല്ല, സർജറി ഓരോ സർജറികൾക്കും അതിൻ്റെതായിട്ടുള്ള ടൈം പീരീഡ് ഉണ്ട്. ഇതിന് ഡിഫറെന്റ് ടൈപ്പിലുള്ള സർജറികളുണ്ട്, ഒരുപാട് സർജറികളുണ്ട്. താങ്കൾ ചെയ്ത സർജറി എന്ന് പറയുമ്പോൾ 20% റിക്കവറി ചാൻസ് ഉണ്ടാവും. 20% റിക്കവറി ചാൻസ് എന്ന് പറയുന്നത് ഒരു ഒരു അപകട സാധ്യത ഉണ്ട് അതിൽ. അപകട സാധ്യത എന്ന് പറയുമ്പോൾ അപകട സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമല്ല, മരണത്തിനേക്കാൾ ഉപരി മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു. മരണത്തിനേക്കാൾ ഉപരി ഒരാള് ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് മരണത്തിന് തുല്യമല്ലേ. അങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുള്ള സർജറികൾ ഉണ്ട്, മനസ്സിലായില്ല. ഇപ്പൊ ചിലപ്പോൾ യൂറിൻ ട്യൂബിന് കംപ്ലൈന്റ് വന്നേക്കാം, അല്ലെങ്കിൽ മലദ്വാരത്തിന് കംപ്ലൈന്റ് വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള സർജറികൾ നിലനിൽക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ ഈസി ആയിട്ടുള്ള സർജറികളും ഉണ്ട്. ഡിഫറെന്റ് പാർട്ടിനുള്ള സർജറികളാണ് നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അതായത് ഇപ്പൊ സർജറിക്ക് മുന്നേ തന്നെ അതിന് കൗൺസിലിംഗ് ഉണ്ടാവും, പിന്നെ മെഡിസിൻസ്, ഹോർമോൺസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സർജറി വരിക. നമ്മുടെ ബോഡി ചെക്ക് ചെയ്യും, നമ്മുടെ സർജറിക്ക് നമ്മുടെ ബോഡി ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. വീക്ക് ആണെങ്കിൽ അതിന്റെ മെഡിസിൻ എടുത്ത് അതിനെ ഓക്കെ ആക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചാടി കയറി പോകുന്നത് പോലെയല്ല പണ്ട് അങ്ങോട്ട് പോവുക സർജറി ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല. ഒരു മനുഷ്യനെ പഠിക്കുകയാണ്, മെഡിക്കൽ സയൻസ് അവരെ പഠിക്കും. പഠിച്ചതിന് ശേഷമേ അവരെ എന്ത് സർജറിയിലേക്ക് വില്ലിങ് ആക്കണം എന്നൊരു തീരുമാനം എടുക്കുകയുള്ളൂ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോ ഒരാളിപ്പോ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇത് കണക്ക് വന്ന് സംസാരിക്കുകയാണ്, എനിക്ക് ഇത് കണക്ക് സർജറി ചെയ്യണമെന്നുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും അയാൾക്ക്? ഞാൻ ഒരു അഡ്വൈസും കൊടുക്കില്ല. മിണ്ടില്ല. ഇല്ല. ഇല്ല. എന്നായിരുന്നു സർജറി ചെയ്തതെന്നാണ്? ഏതാ? അല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു സർജറി ഇന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവാം, ഐ ഡോ നോ, എനിക്കറിയില്ല. ബട്ട് ഇന്നൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് സർജറിയുടെ പറ്റി ചോദിക്കണം, എനിക്ക് സർജറി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുള്ളൂ. അതർവൈസ് ഞാൻ അത് മൈൻഡ് ചെയ്യില്ല. ഇല്ലല്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അത് കോംപ്ലിക്കേറ്റഡിന്റെ ഉണ്ടല്ല, അത് നമുക്ക് പിന്നീട് അത് നമ്മളാണ് അതിന് പ്രേരിപ്പിച്ചെന്നുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല. അവര് വില്ലിങ് ആണെങ്കിൽ അവർക്ക് സർജറിക്ക് ഡോക്ടറെ സമീപിക്കാം, തീരുമാനമെടുക്കാം. അന്ന് സർജറി ചെയ്ത സമയം തൊട്ട് പിന്നീട് എത്ര നാളെടുത്തിരുന്നു റിക്കവർ ആയി ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ? എന്നെ സംബന്ധിച്ച് എന്റെ മെന്റൽ പവർ ആണ് എന്നെ റിക്കവർ ആക്കിയത്. ബിക്കോസ് എനിക്ക് ബാക്ക് ടു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വർക്കിന് ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്റെ സർജറി കഴിഞ്ഞ് 14-ാമത്തെ ദിവസം മുതൽ ഞാൻ വർക്കിന് പോയി തുടങ്ങി. സർജറി കഴിഞ്ഞ് 14-ാമത്തെ ദിവസം തൊട്ട് ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ്, ബട്ട് ടച്ച് വിട്ട് ഞാൻ എന്റെ 14-ാമത്തെ ദിവസം മുതൽ ഞാൻ മേക്കപ്പിന് പോയി തുടങ്ങി. 21-ാമത്തെ ദിവസം ഞാൻ കണ്ണൂർ ഇരിട്ടിയിൽ പോയി മേക്കപ്പ് ചെയ്തു, ബൈ റോഡ്. കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് അത് റിക്കവർ ആയി കഴിഞ്ഞാൽ ദൈവത്തിന് അനുഗ്രഹം, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ടേക്ക് കെയറിങ് എല്ലാം കൂടി കൊണ്ട് 21-ാമത്തെ ദിവസം എനിക്ക് കണ്ണൂർ കല്യാണ മേക്കപ്പിന് പോകേണ്ടി വന്നു. ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ബ്രൈഡൽ ആയിക്കോട്ടെ പ്രൊമനന്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്രൈസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്താന്നറിയാ, എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ആണ്. ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല. എനിക്കിപ്പോ ഒരു എൻക്വയറി വന്നാൽ ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ലുലുമാളിലോ, ചിലപ്പോൾ ദുബായിൽ വെച്ചോ, ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ചോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് എന്നെ കാണുമ്പോഴായിരിക്കും അവർ വന്നിടും. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് രഞ്ജി ചേച്ചീനെ ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്ന് പറയും. ചിലപ്പം ഒന്നെങ്കിൽ എൻ്റെ മാനേജർ കമ്മ്യൂണിക്കേഷൻ ചിലപ്പം പേയ്മെന്റ് കൂടുതലായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാനത് കാണാതെ പോയതാകാം, എന്തോ എനിക്കറിയില്ല. എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫോളോ അപ്പിന്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. അല്ലാണ്ട് അത് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ല. ട്രെൻഡിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്ന ആ മേക്കപ്പ് തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരിക. അതായത് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് സ്വപ്നം കാണാവുന്നതിലധികം കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും അവിടെ എത്തിയത്. സാധാരണ ഒരാൾക്ക് ഈ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നതോ അല്ലെങ്കിൽ ദുബായിൽ താമസിക്കുന്നതോ ദുബായിൽ ബിസിനസ് ഉള്ളതോ ഒന്നുമല്ല വലിയ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്. അതിനപ്പുറത്തേക്ക് വരുന്നതെല്ലാം ലോട്ടറിയാണ്. ഇതെല്ലാം ഏത് നിമിഷവും പോകാം, നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാം. ബട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സമാധാനം ഉണ്ട്, ഇല്ലേ? അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്.
ഞാൻ ഇന്ന് ഈ സെക്കൻഡിൽ ഈ ഭൂമി വിട്ടു പോകാൻ റെഡിയായി. ഐ ആം സോ ഹാപ്പി. ഫുൾ കണ്ടെയ്ൻഡ് ആണ് ആ ഞാൻ എൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. ഉം. എക്സ്ട്രീമിന്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. എക്സ്ട്രീം താഴെത്തടയിൽ നിന്നാണ് ഞാൻ വന്നത്. എക്സ്ട്രീം കാരണം എനിക്ക് ഈ ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ള കാലഘട്ടമായിരുന്നു. വർക്കില്ലാതിരിക്കും, അല്ല എനിക്ക് എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ പേടിയാ. മഴയാണ്. മഴ, വെള്ളം പൊങ്ങും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാം പിറക്കി കെട്ടി സ്കൂളിൽ അഭയാർത്ഥിയെ പോലെ പോയി ജീവിക്കണം, മനസ്സിലായോ? അത് ദിവസങ്ങളോളം എൻ്റെ സഹപാഠികളുടെ മുമ്പിൽ ഞാൻ അപമാനിതയായിട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ആ ജൂൺ ജൂലൈ മാസമൊക്കെ തരണം ചെയ്ത് പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഐ എം സോ ലക്കി പേഴ്സൺ ഇൻ ദിസ് ദ വേൾഡ്. ഐ എം വെരി മച്ച് ലക്കി പേഴ്സൺ. ഞാൻ എൻ്റെ എക്സ്ട്രീം ലെവലിൽ ഹൈഫൈ ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ എക്സ്ട്രീം ലെവലിൽ ഏറ്റവും താഴേക്കടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, മനസ്സിലായില്ല? ഇന്ന് ഞാനിപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നതോ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുന്നതോ ഡസൻ മാറ്റർ. അതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫിന്റെ കാര്യം മാത്രമാണ്. ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകാം. നമ്മുടെ ഈ ആഡംബരങ്ങളും നമ്മുടെ സൗഭാഗ്യങ്ങളും എല്ലാം ഇല്ലാണ്ടാകാം. ബട്ട് നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്, ഇല്ലേ? നമ്മുടെ വീട്, നമ്മുടെ അമ്മ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ, ഇവരെല്ലാവരും ഉള്ളിടത്ത് നമ്മുടെ സന്തോഷവും മനസ്സമാധാനം ഉണ്ടെങ്കിൽ അത് മതി. അതാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ സക്സസ്ഫുൾ ആയ ഒരു ട്രാൻസ് വുമൺ എന്ന നിലയ്ക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് എന്താണ് പറയാനുള്ളത്? ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. നിങ്ങളുടെ ലൈഫ് ഇത്രയേ ഉള്ളോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. ഇപ്പോ ഒരുപാട് ഏരിയാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അക്കാഡമി ആയിട്ടുണ്ട്, സ്റ്റുഡിയോസിന്റെ അല്ലെങ്കിൽ സലൂൺസിന്റെ ഒരു ചെയിൻ തന്നെ ഉണ്ട്. നെക്സ്റ്റ് എന്താണ് രഞ്ജു രഞ്ജിമാറിന്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വരാൻ പോകുന്നത്? എന്റെ കോസ്മെറ്റോളജി കോളേജ് ഒന്നും കൂടി ഒന്ന് വികസിപ്പിക്കണം. ലൈക്ക് അവിടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ കോസ്മെറ്റോളജി, ഡെർമറ്റോളജി, മേക്കപ്പ് കോഴ്സ്, ഹെയർ സ്റ്റൈലിംഗ് കോഴ്സ്, അങ്ങനെ എല്ലാം ഉള്ള ഒരു കോളേജ്, വലിയ കോളേജ്, ഒരു ക്യാമ്പസ് ഒക്കെ ഉള്ള കോളേജ്. കുട്ടികളെല്ലാം ഇന്റർവെല്ലിന് പുറത്ത് പോയി ചായ കുടിക്കുന്നു, തിരിച്ച് ക്ലാസ്സിൽ കയറുന്നു. ഞാനിങ്ങനെ പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ പേനയും കറക്കി ഓരോ ക്ലാസ് റൂമിന്റെ മുമ്പിൽ ക്ലാസ്സിൽ കയറടി എന്നൊക്കെ പറയുന്ന ഞാനത് ഡ്രീം ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദേർ. നടക്കട്ടെ, ഉറപ്പായി നടക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സിനിമ കമ്പനിയിലേക്ക് വന്നതിനും താങ്കളുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചതിനും ഒരുപാട് നന്ദി.